Hello everyone, welcome to our channel Stories with Reshma. നമുക്കിന്ന് യു കെയിൽ ഒരു അമ്പലം കണ്ടിട്ട് വന്നാലോ. അമ്പലത്തിലൊക്കെ പോയി വന്നതിന് ശേഷം ഹാപ്പി ആയിട്ടുള്ള എടുത്തിട്ടുള്ളൊരു ക്ലിപ്പാണ് കേട്ടോ ഞാനിവിടെ ആദ്യം ആഡ് ചെയ്യുന്നത്. യു കെയിൽ വന്നിട്ട് ഇപ്പോൾ ഏകദേശം 1.5 വർഷം കഴിഞ്ഞു. ഇത് ആദ്യമായിട്ടാണ് നമ്മൾ അമ്പലത്തിൽ പോകുന്നത്. നമ്മൾ ആദ്യം താമസിച്ച സ്ഥലത്ത് 1-2 നോർത്തേൺ സ്റ്റൈലിലുള്ള ടെമ്പിൾസ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ നമുക്ക് അവിടേക്കൊന്നും പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ കൊവൻട്രിയിൽ വന്ന സമയത്ത് നമ്മൾ ഗൂഗിൾ നോക്കിയപ്പം ഇവിടെ ഒരു ശ്രീകൃഷ്ണൻ്റെ അമ്പലം ഉണ്ടെന്ന് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അത് കണ്ട നാൾ മുതൽ നമ്മൾ പ്ലാൻ ചെയ്യുന്നതായിരുന്നു ഒന്ന് നമുക്ക് അമ്പലത്തിൽ പോകണം എന്നുള്ളത്. പക്ഷേ പല കാരണങ്ങൾ കൊണ്ട് നമുക്ക് പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. നാട്ടിൽ എന്നൊന്നും അല്ലെങ്കിലും ഞങ്ങൾ ഇടയ്ക്കൊക്കെ അമ്പലത്തിൽ പോയി പ്രാർത്ഥിക്കുകയും വിശ്വസിക്കുകയും ഒക്കെ ചെയ്തിരുന്ന ആൾക്കാരാണ് കേട്ടോ. ഇവിടെ വന്നിട്ട് കുറേ നാളായി ഒന്ന് അമ്പലത്തിലൊന്ന് പോകണമെന്ന് ആഗ്രഹിക്കണു. ഇപ്പോഴാണ് എനിക്കതിന് പറ്റിയത്. അല്ലെങ്കിൽ ഭയങ്കര സന്തോഷം തോന്നുന്നുണ്ടായിരുന്നു കേട്ടോ. അതിഭീകരമായ ദൈവവിശ്വാസിയൊന്നും അല്ലെങ്കിൽ പോലും എനിക്ക് ദൈവത്തിൽ വിശ്വസിക്കുകയും ആരാധിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരാളാണ് ഞാൻ. അതുപോലെ തന്നെ പണ്ടൊക്കെ പ്രശ്നങ്ങൾ വരുമ്പോൾ മാത്രമായിരുന്നു ദൈവത്തിനെ വിളിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ എപ്പോഴും ദൈവത്തിനെ വിളിക്കാറുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഇത് ശ്രീകൃഷ്ണൻ്റെ അമ്പലമാണ്. ഇങ്ങനെയാണ് പുറത്ത്. അകത്തേക്ക് കയറുമ്പോൾ നമുക്ക് ഷൂറാക്കും അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് നീറ്റായിട്ട് ഷൂസൊക്കെ അടുക്കി വയ്ക്കാം. നാട്ടിലത്തെ അമ്പലത്തിൽ നിന്നും കുറച്ച് ഡിഫറൻസ് ഒക്കെ ഉണ്ട്. പ്രത്യേകിച്ചും ഇതൊരു നോർത്തേൺ സൈഡ് പോലെ ആയതുകൊണ്ടായിരിക്കും. പക്ഷേ എന്നാലും നല്ലൊരു അറ്റ്മോസ്ഫിയറും നല്ലൊരു കാംനെസ്സും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. എല്ലാ പ്രതിഷ്ഠയും ഉണ്ടായിരുന്നു. കൃഷ്ണൻ, രാധ, അതുപോലെ തന്നെ ഹനുമാൻ, ഗണപതി, ശിവൻ, പിന്നെ ദുർഗ, അങ്ങനെ കുറേ പ്രതിഷ്ഠകളെല്ലാം ഉണ്ടായിരുന്നു. നല്ലൊരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു. നല്ലൊരു കാംനെസ്സും എല്ലാം കിട്ടുന്ന ഒരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു. നമ്മൾ കുറച്ച് നേരം അവിടെ ഇരുന്നതിന് ശേഷം നന്നായിട്ട് പ്രാർത്ഥിച്ച് പിന്നെ നമ്മൾ തിരിച്ചു വന്നു. അതിൻ്റെ സൈഡിലായിട്ട് തന്നെ അവരവിടെ ചന്ദനവും ഭസ്മവും എല്ലാം വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മളിതാ തിരിച്ചു പോവുകയാണ്. ഞാൻ പറഞ്ഞല്ലോ, ഒരുപാട് നാളുകൾക്ക് ശേഷം അമ്പലമൊക്കെ ഒന്ന് കണ്ട ആ അറ്റ്മോസ്ഫിയറിലൊക്കെ ഇരിക്കുമ്പം ഭയങ്കര ഒരു സന്തോഷവും കാംനെസ്സും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയൊക്കെ ഉള്ളൂ. വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. അപ്പോൾ അടുത്ത വീഡിയോസൊക്കെ ആയിട്ട് കാണുന്നതായിരിക്കും. ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.